കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 6-ാം സർഗം 10-ാം ശ്ലോകമാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. എന്താ വെച്ചാൽ യാതൊരു അപരാധം രാവണൻ്റെ ചിന്തകളാണ് കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലേ? രാവണൻ സ്വയം ചിന്തിക്കുകയാണല്ലോ. അതായത് രാമൻ ഒരപരാധവും ചെയ്യാത്തവരും ശത്രുക്കളെ ഭയപ്പെടുത്താൻ തക്കവണ്ണമുള്ള മഹാവീരപരാക്രമികളുമായ ഈ 14,000 രാക്ഷസന്മാരെയും ഖരണിയും തൃശിരസിനെയും ദൂഷണനെയും സംഹരിച്ചിട്ട് ഭീതി കൂടാതെ ഇങ്ങനെ കാട്ടിൽ സഞ്ചരിക്കണോ. അപ്പോൾ ഒരു സാധാരണക്കാരനല്ല ശ്രീരാമന് നല്ല ബോധ്യമുണ്ട്. പിന്നെ പറയണം ഭഗിന്യ 31 ഭഗിന്യാമേ, അവിടെയാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഇനിയും രാവണൻ്റെ ചിന്ത തന്നെയാണ്. ഭഗിന്യാമേ ശൂർപ്പണഖ്യ നിർദോഷായാശ്ച നാസികാം കർണൗചിച്ഛേദ ദുഷ്ടാത്മാ വനേ തിഷ്ഠതി നിർഭയ. എന്താണ്? നിർദോഷായാഹ മേ ഭഗിന്യ ശൂർപ്പണഖ്യ, ഒരു ദോഷവുമില്ലാത്ത എൻ്റെ സഹോദരിയായ ശൂർപ്പണഖയുടെ നാസികം, സീതയെ പിടിക്കാൻ പോയിട്ടാണ് ചെയ്തത് അല്ലേ? സീതയെ പിടിച്ച് തിന്നാൻ ഭാവിച്ചപ്പോഴാണല്ലോ. പക്ഷേ രാവണൻ്റെ കണ്ണിലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശൂർപ്പണഖ. നാസികം കർണൗച്ച ദുഷ്ടാത്മ ചിച്ഛേദ, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ സഹോദരിയുടെ മൂക്കും ചെവിയും ആ ദുഷ്ടമനസ്സോടു കൂടിയിട്ടുള്ള അവൻ ഛേദിച്ചു, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ഛേദിച്ചു. നിർഭയ വനേ തിഷ്ഠതി, എന്നിട്ട് ഭയമില്ലാതെ രാക്ഷസന്മാരുടെ സ്വന്തമായിട്ടുള്ള ഈ വനത്തിൽ ഇങ്ങനെ നടക്കണു എന്നാണ് പിന്നെ വിചാരിച്ചത്. അത്ര ദേഷ്യം ശ്രീരാമനോട്, വിദ്വേഷഭക്തിയാണ്. ഭഗിന്യാമേ ശൂർപ്പണഖ്യ നിർദോഷായാശ്ച നാസികം കർണൗചിച്ഛേദ ദുഷ്ടാത്മാ വനേ തിഷ്ഠതി നിർഭയഃ അതസ്ത്വയാ സഹായേന ഗത്വാ തൽപ്രാണവല്ലഭം ആനയിഷ്യാമി വിപിനേ രഹിതേ രാഘവേണ താം. അതഃ സഹായേന ത്വയാ ഗത്വാ, അതുകൊണ്ട് സഹായത്തിനായി നിന്നോട് ഗമിച്ചിട്ട് രാഘവേണ രഹിതേ വിപിനെ, രാഘവനോട്, അതായത് രാഘവനില്ലാത്ത കാട്ടിൽ തൽപ്രാണവല്ലഭാം താം, അവൻ്റെ പ്രാണവല്ലഭയായിട്ടുള്ള സീതയെ ആനയിഷ്യാമി, എനിക്ക് കൊണ്ടുവരണം, ഞാൻ കൊണ്ടുവന്നോളാം. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഇപ്പോൾ പറയുകയാണല്ലോ, പിന്നെ എന്താണ് രാവണൻ, ഇതിപ്പോൾ രാവണൻ്റെ ചിന്തയില്ലാത്ത തെറ്റി പറഞ്ഞാൽ മാരീചനോട് പറയുകയാണല്ലോ. രാവണൻ്റെ ചിന്തയൊക്കെ കഴിഞ്ഞല്ലോ. രാവണൻ മാരീചനോട് പറയുകയാണ്, എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ രാമനോട് പകരം വീട്ടാനുള്ള അർഹത ഉണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, എൻ്റെ പിന്നെ സഹോദരിയെ മൂക്കും ചെവിയൊക്കെ കളഞ്ഞു, അനവധി രാക്ഷസന്മാരെ കൊന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ, നിൻ്റെ സഹായത്തോടു കൂടി ചെന്ന് രാമനെ ആ കാട്ടിൽ നിന്ന്, സീത ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അകറ്റുക. അങ്ങനെ സീത ഇല്ലാത്ത സമയത്ത് അങ്ങനെ രാമൻ അടുത്തില്ലാത്ത സമയത്ത് ഞാൻ ആ രാമൻ്റെ പ്രാണപ്രിയായിട്ടുള്ള സീതയെ കൊണ്ടുവന്നോളാം. അതിന് നിൻ്റെ സഹായം വേണമെന്ന് പറയണം. നീ എങ്ങനെയാണ് നിൻ്റെ സഹായം വേണമെന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ഇനി അതസ്ത്വയാ സഹായേന ഗത്വാ തൽപ്രാണവല്ലഭം ആനയിഷ്യാമി വിപിനേ രഹിതേ രാഘവേണ താം, അതായത് രാഘവരഹിതനായിട്ട്, രാഘവനിൽ നിന്ന് അകറ്റിയിട്ട് സീത അവിടെ നീ ശരിയാക്കണം. അതായത് എങ്ങനെയെങ്കിലും സീതയെ അകറ്റണം, അല്ല രാമനെ ആ സീതയിൽ നിന്ന് അകറ്റണം. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി കൊണ്ടുപോകാം. ഇനി അതെങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കണ്ട അടുത്തേലേട്ടോ. ത്വം തു മായാമൃഗോ ഭൂത്വാ ഹ്യാശ്രമാദപനേഷ്യസി രാമം ച ലക്ഷ്മണം ചൈവ
തഥാ സീതാം ഹരാമ്യഹം ത്വം തു മായാമൃഗ ഭൂത്വ. എന്നാൽ മാരീചനോട് പറയുകയാണ്, എന്നാൽ നീയ് അല്ലെങ്കിൽ അമ്മാവനാണ്, എന്നാലും അങ്ങ് ഒരു കാര്യം ചെയ്യൂ, മായ കൊണ്ട് ഒരു നല്ല മാനായിട്ട് തീരണം, നല്ലൊരു സ്വർണ്ണമാനായി തീരണം മായ കൊണ്ട്. രാമം ച ലക്ഷ്മണം ച ഏവ. എന്നിട്ട് രാമനെയും ലക്ഷ്മണനെയും ആശ്രമാത് അപനേഷ്യസി, ആശ്രമത്തിൽ നിന്ന് അകറ്റണം. തഥാ അഹം സീതാം ഹരാമി. ആ തക്കം നോക്കി ഞാൻ സീതയെ അപഹരിച്ചോളാം. അപ്പം എന്താ പറയണേ, നമുക്കറിയണത് തന്നെയാണ് ഇതൊക്കെ അല്ലേ. മാരീചനോട് പറയും, എനിക്ക് ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാരീചൻ മായാശക്തി ഉപയോഗിച്ചിട്ട് ഒരു മാനായിട്ട്, നല്ലൊരു സ്വർണ്ണമാനായിട്ട് രാമലക്ഷ്മണന്മാരെ എങ്ങനെയെങ്കിലും ആശ്രമത്തിൽ നിന്ന് അകറ്റി നിർത്തണം. ആ തക്കം നോക്കി ഞാൻ സീതയെ അപഹരിച്ചോളാം. അതായത് സീത അത്ര കാര്യമാണ് ശ്രീരാമൻ. അപ്പോൾ സീതയെ അപഹരിക്കൽ ഒരു വലിയ പ്രതികാരമാണ്. മാത്രമല്ല എനിക്ക് സീതയോട് അതികഠിനമായിട്ടുള്ള കാമാവേശം തോന്നുന്നുമുണ്ട്. അപ്പോൾ ശ്രീരാമനോട് പകരം വീട്ടിലുമായി എനിക്ക് സീതയെ കിട്ടുകയും ചെയ്യും. അതാണേ ത്വം തു താവൽ സഹായം മേ കൃത്വാ സ്ഥാസ്യസി പൂർവവദ് ഇത്യേവം ഭാഷമാണം തം രാവണം വീക്ഷ്യ വിസ്മിതഃ. ത്വം തു താവാദ് മേ സഹായം കൃത്വ. നീയാകട്ടെ അത്രമാത്രം എനിക്ക് വേണ്ട പോലെ സഹായിച്ചിട്ട് പൂർവവത് സ്ഥാസ്യസി, മുമ്പത്തെ പോലെ തന്നെ ഇതുപോലെ നിനക്ക് വന്നിരിക്കും. ഇത് നീ മാനായി ഒന്ന് ചെന്നിട്ട് ശ്രീരാമനും ലക്ഷ്മണനെ അകറ്റ മാത്രമേ നിനക്ക് വേണ്ടൂ, പിന്നെ നീ ഇവിടെ തന്നെ തിരിച്ചു വന്നോളൂ. ഇത്യേവം ഭാഷമാണം രാവണം വീക്ഷ്യ വിസ്മിതഃ. അതായത് ഇങ്ങനെ രാവണൻ പറഞ്ഞപ്പോൾ ശരിക്കും പറയാച്ചാൽ മാരീചൻ അത്ഭുതമായി. കാരണം മാരീചന് ശ്രീരാമൻ്റെ ആ വീരപരാക്രമിയായിട്ടുള്ള ശ്രീരാമൻ്റെ ആ മാഹാത്മ്യത്തെ കച്ചും അറിയാം. അപ്പോൾ ഇത്ര വിഡ്ഢിത്തായിട്ട് ഒരു കാര്യം, ഇത്ര സില്ലിയായിട്ടൊരു കാര്യം, തൻ്റെ ജീവന് നാശം വരുന്ന ഉറപ്പാണ്, രാവണൻ്റെ ജീവന് നാശം വരുന്ന ഉറപ്പാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായി എന്നാണ് പറയണത്. എന്താ അറിയോ, എന്താണ് അവസാനം പറഞ്ഞ പിന്നെ രാവണൻ മാരീചനോട്, നോക്ക മാരീചം, നീ അത്രത്തോളം സഹായം എനിക്ക് ചെയ്തതിന് ശേഷം നീ ഇതുപോലെ തന്നെ ഇവിടെ തന്നെ വന്ന് സുഖമായിട്ട് ജീവിച്ചോളൂ. ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണനെ നോക്കി മാരീചൻ അത്ഭുതപ്പെട്ടു. ത്വം തു താവൽ സഹായം മേ കൃത്വാ സ്ഥാസ്യസി പൂർവവദ് ഇത്യേവം ഭാഷമാണം തം രാവണം വീക്ഷ്യ വിസ്മിതഃ. അതാണ് വിധിക്കനുസരിച്ചേ ബുദ്ധി പ്രവർത്തിക്കുള്ളൂ. ശ്രീരാമൻ പരമാത്മ ചൈതന്യം തന്നെ രൂപമെടുത്ത് വന്നതാണെന്നും കൂടി അറിയാം ആർക്ക്, രാവണന്. എങ്കിലും ആ ഒരു രാക്ഷസ സംസ്കാരം ഉള്ളിലുള്ളതുകൊണ്ട് അടക്കാൻ പറ്റണില്ല സീതയെ കിട്ടണമെന്നുള്ള മോഹം. അതാണ് വിധി, അതാണ് അല്ലേ. അപ്പോൾ വിധി അനുസരിച്ച് ബുദ്ധി എത്ര ശരിയാണത്. കേനേദമുപതിഷ്ടം തേ മൂലഘാതകരം വചഃ സ ഏവ ശത്രുവധ്യശ്ച യസ്ത്വം നാശം പ്രതീക്ഷതേ. മൂലഘാതകരം ഇദം വചഃ. ഈ വേരോടെ വംശത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ വാക്ക്, കേനത്തെ ഉപദിഷ്ടം, ആരാ നിനക്ക് ഉപദേശിച്ചു തന്നത് ഈ ഒരു ഐഡിയ? കാരണം രാക്ഷസന്മാരെ സമൂലം നശിപ്പിക്കാൻ പോന്ന ഒരു പ്രവൃത്തിയാവും ഇത്. അപ്പം നിനക്കിത് ആരാ ഉപദേശിച്ചത്? സയേവ ശത്രുവധ്യജ, അവൻ തന്നെയാണ് നിൻ്റെ ശത്രുവും വധിക്കാൻ അർഹനായവനും. ത്വം നാശം പ്രതീക്ഷത, ഇത് പറഞ്ഞെന്ന ആള് നിൻ്റെ നാശം ആഗ്രഹിക്കുന്ന ആളാണെന്ന്. അതുകൊണ്ടാണ് വിസ്മയം ഉണ്ടായത് മാരീചനെ. അതായത് രാക്ഷസവംശത്തിനെ വേരോടെ നശിപ്പിക്കുന്ന ഈ കാര്യം ആരാ ഉപദേശിച്ച് നിനക്ക്? അവനാണ് നിൻ്റെ ശത്രു, ശ്രീരാമനൊന്നുമല്ല ശത്രു. ഇങ്ങനൊരു ഐഡിയ നിനക്ക് ഉപദേശിച്ചില്ലേ? അവനാണ് നിൻ്റെ ശത്രു, രാമനല്ല. അവനെയാണ് നീ വധിക്കേണ്ടത്. എന്താച്ചാൽ അവൻ നിൻ്റെ നാശത്തെ ആഗ്രഹിക്കുന്നവനാണ്, കാക്ഷിക്കുന്നവനാണ് എന്ന് തന്നെ പറഞ്ഞു ആര്? മാരീചൻ. കേനേദമുപദിഷ്ടം തേ മൂലഘാതകരം വചഃ സ ഏവ ശത്രുർവധ്യശ്ച യസ്ത്വം നാശം പ്രതീക്ഷതേ. ഈ 16ഉം 17ഉം 18 അതെ 18ത്തെ ഒരു വരിയെ കാണാറുള്ളൂ, എന്തെങ്കിലും ആവട്ടെ.
രാമസ്യ പൗരുഷം സ്മൃത്വാ ചിത്തമദ്യാപി രാവണ ബാലോപി മാം കൗശികസ്യ യജ്ഞസംരക്ഷണായ സഹ ആഗതസ്തിഷുണൈകേന പാതയാമാസ സാഗരേ യോജനാനാം ശതം രാമസ്തദാതിഭയവിഹ്വലഃ സ്മൃത്വാ സ്മൃത്വാ തദേവാഹം രാമം പശ്യാമി സർവദാ. എന്താണ് മാരീചൻ പറയണ, ബാലഹ അഭിസ, ആണെങ്കിലും അവൻ അന്ന് കുട്ടിയായിരുന്നു. വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കാൻ വേണ്ടി മാരീചനും സ്വഭാവമൊക്കെ വന്നപ്പോൾ ശ്രീരാമൻ കുട്ടിയായിരുന്നു അന്നേ. അങ്ങോട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, അത്ര കുട്ടിയാണ് അന്ന്. അതാണ് ബാലനായിരുന്നുവെങ്കിലും അവൻ കൗശികസി യജ്ഞസംരക്ഷണായ, അതായത് വിശ്വാമിത്രൻ്റെ യാഗം സംരക്ഷിക്കാനായിക്കൊണ്ട് ആഗത, വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുവന്നുല്ലോ. ഏകേന ഇഷ്ടണ, ഒരു ബാണം കൊണ്ട് യോജനാനാം ശതം സാഗരേ മാം പാതയാമാസ, ഒറ്റ അമ്പോണ്ട് എന്നെ 100 യോജന ദൂരം സമുദ്രത്തിലേക്ക് എന്നെ വീഴ്ത്തിട്ടു. രാവണ രാമസ്യ പൗരുഷ, ഹേ രാവണ, രാമൻ്റെ ആ പൗരുഷമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ വീര്യമുണ്ടല്ലോ, അദ്യാഭിസ്മൃത്വ, ഇപ്പോഴും ആലോചിച്ചിട്ട്, ചിത്തം മീൻസ് ഇപ്പോഴും മനസ്സിൽ എനിക്ക് പേടിയോ അത് ആലോചിച്ചാൽ. അത്ര വീര്യമുണ്ട്, എനിക്ക് സ്വസ്ഥത ഇല്ല എന്നാ, വികലം ചിത്തം ഇപ്പോഴും. തദാതി ഭയവിഹ്വല, അന്ന് മുതൽ എനിക്ക് ശ്രീരാം പേടിയാണ്. തദേവ സ്മൃത്വ, ഞാൻ അതന്നെ ഓർത്തിട്ട് രാമം സർവതഃ പശ്യാമി, ഞാൻ രാമനെ എല്ലാ ദിക്കിലും കാണുന്നു, അത്ര പേടിച്ചു. അപ്പം പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കുകയാണ് രാവണനോട്. പിന്നെ മാരീചനെ, രാവണ, രാമൻ്റെ ഈ പൗരുഷത്തെ ഞാൻ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഇന്നും സ്വസ്ഥത ഇല്ല. അന്ന് ശ്രീരാമൻ വെറും കുട്ടിയായിരുന്നു, എന്നിട്ടും വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കാൻ അവിടെ വന്നു. ആ യാഗത്തിന് വിഘ്നം വരുത്തിയ എന്നെ ഒരൊറ്റ അമ്പോണ്ട്, ഒരൊറ്റ ബാണം കൊണ്ട് 100 യോജന ദൂരം തള്ളിക്കൊണ്ടുപോയി സമുദ്രത്തിൽ വീഴ്ത്തിയിട്ടു. എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. അന്ന് മുതൽ ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആ സംഭവം ഓർത്ത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ ദിക്കിലും, നോക്കണ ദിക്കിലും മുഴുവൻ ഞാൻ രാമനെന്നെ കാണുന്നു. പേടികൊണ്ട് ഞാൻ നോക്കുന്ന ദിക്കിലെല്ലാം ഇപ്പോൾ ഞാൻ രാമനെ കാണുന്നു. ഒരു സാധാരണക്കാരനല്ല രാവണ, ഈ രാമൻ എന്ന് പറയണം കേട്ടോ. രാമസ്യ പൗരുഷം സ്മൃത്വാ ചിത്തമദ്യാപി രാവണ ബാലോപി മാം കൗശികസ്യ യജ്ഞസംരക്ഷണായ സഹ ആഗതസ്ത്വിഷുണൈകേന പാതയാമാസ സാഗരേ യോജനാനാം ശതം രാമസ്തദാതിഭയവിഹ്വല. സ്മൃത്വാ സ്മൃത്വാ, അതന്നെ ആലോചിച്ചിട്ട് എപ്പോഴും ശ്രീരാമനെയാണ് എല്ലാ ദിക്കിലും കാണുന്നത്. തദേവാഹം രാമം പശ്യാമി സർവദാ. ഭാഗ്യവാനാണ് മാരീചൻ, എപ്പോഴും എല്ലാ ദിക്കിലും രാമനെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് കംസനെ ഓർമ്മ വന്നു എനിക്കിത് വായിച്ചപ്പോഴേ. കാരണം ഈ അശരീരി കേട്ട് കഴിഞ്ഞു, അപ്പം തുടങ്ങിയതാണ് കംസൻ്റെ പേടി, അല്ലേ? അതായത് നിന്നെ 8ാമത്തെ പുത്രൻ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ ദേവകിയുടെ. അതിന് ശേഷം പേടിയാണ്. പിന്നെ ഈ ഓരോ രാക്ഷസന്മാരെയും അയക്കും കൊല്ലാനായിട്ട്, അല്ലേ? പൂതന തൊട്ട് അനവധി ആളെ കൊല്ലാൻ അയക്കും. അവരൊക്കെ ഭഗവാൻ കൊന്നു തള്ളുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏത് സമയത്തും കൃഷ്ണനെയുള്ള പേടിയോണ്ടേ കൃഷ്ണനെ ആലോചിച്ച് നിരന്തരം കൃഷ്ണസ്മരണ ഉണ്ടായി. പേടിച്ചിട്ടാണെങ്കിലും ഭയം കൊണ്ടുള്ള കൃഷ്ണസ്മരണയാണ്. ഭയഭക്തി അയ്യത് അല്ല, ഭയസ്മരണയായി, വിദ്വേഷസ്മരണ, ഭയം കൊണ്ട്. എങ്ങനെ അറിയോ, ഭഗവാനെ എങ്ങനെ സ്മരിച്ചാലും വേണ്ടില്ല എന്നാ ഭാഗവതവും പറയണതേ. ഭയം കൊണ്ട് സ്മരിക്കാം, ദേഷ്യം കൊണ്ട് സ്മരിക്കാം, സ്നേഹം കൊണ്ട് സ്മരിക്കാം, പ്രേമം കൊണ്ട് സ്മരിക്കാം. എങ്ങനെയായാലും നിരന്തര സ്മരണ ഉള്ളവർക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കും. ഭയം കൊണ്ട് സ്മരിച്ചാലും, ഇപ്പം മാരീചനെ പോലെയും കംസനെ പോലെയും അല്ലെങ്കിൽ ഗോപികമാരെ പോലെ പ്രേമം അങ്ങനെ സ്മരിച്ചാലും, അല്ലെങ്കിൽ ഉദ്ധവനെ പോലെ മിത്രമായിട്ട് ഏത് സമയത്തും സ്മരിച്ചാലും, ഇവരെ പോലെ ഹിരണ്യകശിപുനെ അവരെ പോലെ, അല്ലെങ്കിൽ പിന്നെ എന്താണ് ശിശുപാലനെയും ദന്തവക്ത്രനെ പോലെയൊക്കെ, രാവണനെയും കുംഭകർണനെ ദേഷ്യം കൊണ്ട് സ്മരിച്ചാലും എങ്ങനെയായാലും
നിരന്തര സ്മരണ മാത്രമേ വേണ്ടൂ എന്നാണ് പറയണത്. അപ്പോൾ ഈ പാവം ഈ മാരീചൻ സംഭവം കഴിഞ്ഞതിന് ശേഷം ഏത് സമയത്തും ഭയവിഹ്വലനായിട്ട് ശ്രീരാമനെ സ്മരിക്കുകയാണെന്നാണ് ഇതിൽ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് 19. ദണ്ഡകേപി പുനരപ്യഹം വനേ പൂർവ വൈരമനുചിന്തയൻ ഹൃദി തീക്ഷ്ണ ശൃംഗമൃഗരൂപമേകദാ മാതൃശൈർബഹുഭിരാവൃതോഭ്യഗാം. എന്ത് ഭംഗിയാണല്ലേ ഈ ശ്ലോകം. പുനഃ അപി പിന്നെയും, ഏകദ ഒരിക്കൽ, പൂർവവൈരം ഹൃദി അനുചിന്തയൻ ആ മുമ്പുണ്ടായിരുന്ന വൈരത്തെ ഓർക്കുന്നവനായിട്ട്, തീക്ഷ്ണശൃംഗമൃഗരൂപം ധൃത്വ അതായത് അതായത് നല്ല എന്താ പറയുക മൂർച്ചയുള്ള കൊമ്പുള്ള ഒരു മൃഗരൂപം ധരിച്ചിട്ട്, മാതൃശൈഹി ബഹുഭി ആവൃതേ ദണ്ഡകെ അഭി അഭ്യഗാം എന്നെപ്പോലുള്ള അനവധി പേരാൽ ചുറ്റപ്പെട്ടവനായിട്ട് ദണ്ഡകത്തിലും അഭിഗമിച്ചു. മാത്രമല്ല എന്താ പറയുക വെച്ചാൽ പിന്നെയും ഞാൻ ഒരു ദിവസം പണ്ടത്തെ വൈരം, ശ്രീരാമനോടുള്ള വൈരം ഓർത്തും കൊണ്ട് ഞാൻ മൂർച്ചുള്ള കൊമ്പുകളോട് കൂടിയിട്ടുള്ളൊരു മൃഗത്തിൻ്റെ രൂപം ധരിച്ച് എന്നെപ്പോലെ ഉള്ള മറ്റ് അനവധി രാക്ഷസന്മാരോട് കൂടി ചേർന്ന് ഞാൻ ദണ്ഡകവനത്തിലും ഒരിക്കൽ പോയി. പിന്നെ ഈ കഥയും പറയാണ് മാരീചനെ. ഇങ്ങനെ പണ്ടുണ്ടായി. ഞാൻ പിന്നെ എനിക്ക് അത്ര പേടിയുണ്ട്. ഞാൻ എപ്പോഴും ശ്രീരാമനെ എല്ലാ ദിക്കിലും കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരിക്കൽ ദണ്ഡകവനത്തിൽ അതിമൂർച്ചുള്ള കൊമ്പുകളോട് കൂടിയിട്ടുള്ള ഒരു മൃഗത്തിൻ്റെ രൂപം ധരിച്ചിട്ട് വേറെ കുറേ എന്നെപ്പോലുള്ള മൃഗങ്ങളെയും കൂട്ടിയിട്ട് ദണ്ഡകവനത്തിൽ പോയിരുന്നു. അപ്പം എന്താ ഉണ്ടായി എന്നും പറയുന്നുണ്ട് കേട്ടോ. ദണ്ഡകേപി പുനരപ്യഹം വനേ പൂർവവൈരമനുചിന്തയൻ ഹൃദി തീക്ഷ്ണശൃംഗമൃഗരൂപമേകദാ മാതൃശൈർബഹുഭിരാവൃതോഭ്യഗാം. അങ്ങനെ നടന്നു. അപ്പം എന്താണ്ടായേ? രാഘവം ജനഗജാസമന്വിതം ലക്ഷ്മണേന സഹിതം ത്വരാന്വിതഃ ആഗതോഹമഥ ഹന്തുമുദ്യതോ മാം വിലോക്യ ശരമേകമക്ഷിപദ്. ജനഗജാസമന്വിതം ലക്ഷ്മണേന സഹിതം അതായത് സീതാലക്ഷ്മണ സഹിതനായിട്ട് രാഘവം ഹന്തുമുദ്യത രാഘവനെ വധിക്കുവാൻ ഉള്ള ഔത്സുക്യത്തോടു കൂടിയവനായിട്ട് ത്വരാന്വിത അഹം ആഗത വേഗം ഞാൻ അവിടെ എത്തി. അഥ മാം വിലോക്യ എന്നെ കണ്ടിട്ട് ഏകം ശരം അക്ഷിപത് ഒറ്റ ശരം വിട്ടു. മനസ്സിലായി ശ്രീരാമനെ, സീതാലക്ഷ്മണ സഹിതനായിട്ടുള്ള ശ്രീരാമനെ നിഗ്രഹിക്കണം, കൊല്ലണം എന്നുള്ള വിചാരത്തോടു കൂടി അതിവേഗം ഞാൻ അങ്ങോട്ട് ചെന്നു. ഉടനെ എന്നെ കണ്ട ഉടനെ രാമൻ ഒരു ശരം തൊടുത്ത് എൻ്റെ നേരെ അങ്ങോട്ട് വിട്ടു. രാഘവം ജനഗജാസമന്വിതം ലക്ഷ്മണേന സഹിതം ത്വരാന്വിതഃ ആഗതോഹമഥ ഹന്തുമുദ്യതോ മാം വിലോക്യ ശരമേകമക്ഷിപത്. 21. തേന വിദ്ധഹൃദയോഹമുദ്ഭ്രമൻ രാക്ഷസേന്ദ്രപതിതോസ്മി സാഗരേ തൽപ്രഭൃത്യഹമിദം സമാശ്രിതഃ സ്ഥാനമൂർജിതമിദം ഭയാർദിതഃ. തേന വിദ്ധഹൃദയഃ അഹം അതിനാൽ മുറിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ ഞാൻ, അമ്പയച്ചപ്പളേ മുറിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ ഞാൻ, ഉദ്ഭ്രമൻ തിരിഞ്ഞുകൊണ്ട് അതായത് ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ട്, രാക്ഷസേന്ദ്രാഹേ രാക്ഷസരാജാവായിട്ടുള്ള രാവണ സാഗരേ പതിത അസ്മി ഞാൻ വീണ്ടും സാഗരത്തിൽ വീണു. തൽപ്രഭൃതി ഭയാർദിത അഹം അന്ന് മുതൽ പിന്നെ ഞാൻ വിഹ്വലനായിട്ട് ഊർജിതം ഇതം സ്ഥാനം സമാശ്രിത ഈ സ്ഥാനത്ത് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു രണ്ടാമതിങ്ങനെ ആ ബാണം എൻ്റെ മാറത്തങ്ങട്ട് തറച്ചു. ഞാൻ ചുറ്റി തിരിഞ്ഞും കൊണ്ട് സമുദ്രത്തിൽ ചെന്ന് വീണു. ഞാനിങ്ങനെ പമ്പരം പോലെ കറങ്ങിയിട്ട് ആ രാമൻ്റെ ബാണം മാറത്തെ ഏറ്റിട്ട് ഞാൻ പമ്പരം പോലെ കറങ്ങി സമുദ്രത്തിൽ ചെന്ന് വീണു. അന്ന് മുതലക്ക് ഞാൻ ഭയപരവശനായിട്ട് ഈ ഉത്കൃഷ്ടമായ ഈ സ്ഥാനത്തെ ആശ്രയിച്ചിട്ട് ഇവിടെ രാമൻ വരുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പേടിയില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. അതായത് രണ്ടാമതൊന്ന് നോക്കിയപ്പോഴും രാമൻ്റെ അമ്പ എന്നെ കൊന്നില്ല, പക്ഷേ എന്നെ ഒന്നുകൂടി പേടിപ്പെടുത്തി.
അങ്ങനെ ഞാൻ പേടിച്ച് വിറച്ച് ഇവിടെ രാമൻ വരുന്നുണ്ടാവില്ല, കാരണം രാക്ഷസന്മാർ നിറച്ചുള്ള സ്ഥലമല്ലേ വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഒരു ശ്ലോകം കൂടിയും ചെയ്യാം. തേന വിദ്ധ ഹൃദയോഹമുദ്ഭ്രമൻ രാക്ഷസേന്ദ്രപതിതോസ്മി സാഗരേ തൽ പ്രഭൃത്യഹമിദം സമാശ്രിതഃ സ്ഥാനമൂർജിതമിദം ഭയാർദ്ദിതഃ. ഭയം കൊണ്ട് ഇങ്ങനെ വിറച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ. പക്ഷെ ഇവിടെ രാമൻ വരില്ല എന്നുള്ള സമാധാനത്തിൽ രാമമേവ സതതം വിഭാവയേ ഭീത ഇവ ഭോഗരാശിതഃ രാജരത്നരമണീരഥാധികം ശ്രോത്രയോർയതി ഗതം ഭയം ഭവേത്. ഭോഗരാശിതഃ അതായത് വിഷയഭോഗ സാധനങ്ങളിൽ നിന്ന് ഭീത ഇവ അതിഭീതൻ എന്ന പോലെ രാമമേവ സതതം വിഭാവയെ, ഞാൻ രാമനെ തന്നെ വിചാരിക്കുകയാണ്, എപ്പോഴും സ്മരിക്കുകയാണ്. രാജരത്ന രമണീരഥാധികം, രാജാവ്, രത്നം, ഭംഗിയുള്ള സ്ത്രീകൾ, രഥം, ഇതൊന്നും രേഫം കൊണ്ടടങ്ങുന്ന വാക്കുകൾ ശ്രോത്രയോഹോ ഗതം യതി, അതായത് എൻ്റെ കർണപുടങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഭയം ഭവേത്, എനിക്ക് ഭയമുണ്ടാകുന്നു. എന്താ പറയണറിയോ? ഈ സുഖിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ ഞാൻ ഒരു വലിയ പേടിയോടെ അകന്നു നിന്ന് എപ്പോഴും രാമനെ തന്നെ വിചാരിക്കുകയാണ് ഞാൻ. സുഖഭോഗങ്ങളിൽ പോലും എനിക്കിപ്പോൾ ആഗ്രഹമില്ലാണ്ടേനു. രാമനെയുള്ള പേടി കൊണ്ട് സുഖഭോഗങ്ങൾക്കുചിതമായിട്ട വസ്തുക്കളിൽ നിന്നും അതിൽ നിന്ന് പോലും ഞാൻ അതിഭീതനായിട്ടുള്ള പോലെ മാറി നിന്ന് എപ്പോഴും രാമനെ തന്നെ വിചാരിക്കുകയാണ്. എങ്ങനെ വെച്ചാൽ ഈ ഭോഗത്തിന് ഉപയോഗിക്കുന്ന രാജാവ്, രത്നം, രാജാവാണല്ലോ സുഖഭോഗങ്ങൾ മുഴുവൻ അനുഭവിക്കണവരെ. അപ്പം രാജാവ്, രത്നം, സ്ത്രീകളെ, രഥം, ഇങ്ങനെ രാ എന്നുള്ള വാക്കുകൊണ്ട് ആരംഭിക്കണ എന്ത് വാക്ക് കേട്ടാലും എനിക്ക് രാമനെ ഓർമ്മ വരുന്ന. അതാണ് എന്താ അത്ര പേടിയാണ് ശ്രീരാമനെ ഇപ്പോൾ ആർക്ക്. പിന്നെ എന്ത് നന്നായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞെന്ന്. അതായത് രാ എന്നുള്ള ശബ്ദം കേട്ടു വെച്ചാൽ രാമനെ ഓർമ്മ വരും. ഉദാഹരണമായിട്ട് രാജാവ്, രാമല്ലേ, അപ്പോൾ രാമനെ പേടിയോ, അപ്പോഴേക്ക് രാമനെ ഓർമ്മ വന്ന് പേടിയോ. രത്നം, സുഖഭോഗത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, രത്നം, രാണ്ട്, അപ്പോൾ കേട്ടാൽ രാമനെ ഓർമ്മ വന്ന് പേടിയോ. പിന്നെ രമണി മീൻസ് നല്ല ഭംഗിയുള്ള സ്ത്രീകൾ, രമണീമണികൾ, അതിലുണ്ട് രാമ. രഥം, രഥം എന്ന് കേട്ടാൽ അതിലുണ്ട്. അങ്ങനെ സുഖഭോഗത്തിന് നമ്മൾ ഉപയോഗിക്കണ വാക്കുകൾ മുഴുവൻ രാജാവ്, രത്നം, രമണി, രഥം, ആ രാ ഉള്ള ഏത് വാക്ക്, അതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ 4 രാ എന്നുള്ള അക്ഷരമുള്ള ഏത് വാക്ക് കേട്ടാലും ഞാനിപ്പോൾ രാമനോ എന്നുള്ള വിചാരം കൊണ്ട് വിഹ്വലനായിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് എന്നാണ് ഇതിൽ പറഞ്ഞത്. എന്തൊരു തമാശയായിട്ട് പറഞ്ഞിരിക്കണോ അല്ലേ വ്യാസഭഗവാൻ. അപ്പം നമുക്കിതും കൂടി ഇന്ന് നിർത്താട്ടോ. രാമമേവ സതതം വിഭാവയേ ഭീത ഇവ ഭോഗരാശിത. അതായത് സത്യം പറയുമ്പോൾ അത് ഭോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നിട്ട് പോലും എനിക്ക് അതുകൊണ്ട് എന്താ ഇപ്പോൾ ശരിക്കും മാരീചന വന്നുവെച്ചാൽ ഈ ഭയം കൊണ്ട് ശ്രീരാമസ്മരണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിത സുഖങ്ങൾക്ക് വേണ്ട വസ്തുക്കളിൽ പോലും ആഗ്രഹമില്ലാണ്ടായി. അതാണൊരു ഭാഗ്യം. ഈ രാമനെയുള്ള ഭയം കൊണ്ട്, രാമസ്മരണ കൊണ്ട് രാമൻ തന്നെ അത് ഉണ്ടാക്കുകയാണ്. വിഷയഭോഗങ്ങളിൽ ആശയില്ലാത്തവനായിത്തീർന്നു. എത്ര നന്നായിട്ട് പറഞ്ഞിരിക്കണം. രാമമേവ സതതം വിഭാവയേ ഭീത ഇവ ഭോഗരാശിതഃ രാജരത്നരമണീരഥാധികം ശ്രോത്രയോർയതി ഗതം ഭയം ഭവേത്. അപ്പം ഞാനിപ്പോൾ ഒന്ന് വായിച്ചത് ഓർമ്മിക്കുകയാണ്. പലരും പറയൂലോ, പിന്നെ എന്താണ്, ഞാൻ അങ്ങനെ പലരും നിരീശ്വരവാദികളെന്ന് പറയണവരെ പലരും പറയും, ഈ ഭയമുള്ളവരാണ് ഈശ്വരനെ വലിയ ഭക്തന്മാരാവണത്. ഭയമുള്ളവരാ ഭക്തന്മാരാവുക. കാരണം ജീവിക്കാൻ ഭയം, അല്ലെങ്കിൽ ചീത്തത്തം വരുമെന്ന് ഭയം, വല്ലവരും ഉപദ്രവിക്കുമെന്ന് ഭയം, പൈസ ഇല്ലാതെ ആയാലും എന്ന് ഭയം, കുട്ടികൾക്ക് ദുഃഖം വരുമെന്ന് ഭയം, കുട്ടികൾക്ക് ദണ്ണം വരുമെന്ന് ഭയം. നമുക്ക് ഇങ്ങനെയുള്ള ഭയം ഉള്ളവർക്കാണ് ഭക്തി എന്ന് പറയേ. പലരും അങ്ങനെ പറയും. അപ്പം ഞാൻ ഈ രാമായണമോ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കും,
ഭയം കൊണ്ട് ഭക്തി ഉണ്ടായാലും വിരോധമില്ല. ഭയം കൊണ്ടാണെങ്കിലും ദേഷ്യം കൊണ്ടാണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഭഗവാനെ സ്മരിക്കേ വേണ്ടേ. ഭയം കൊണ്ട് സ്മരിച്ചാൽ എന്താ, ഒന്നുമില്ല, ഭഗവാൻ തന്നെ എല്ലാ ഭയവും അകറ്റും. എന്ന് മാത്രമല്ല, എന്തിനെയാണ് നമുക്ക് ഭയം, അതിനെ നമുക്ക് ഭയമില്ലാതാക്കി തീർക്കും ഭഗവാൻ. കാരണം ഭയം കൊണ്ട് ഭഗവത് സ്മരണയാണല്ലോ അതിൻ്റെ ഫലം. എന്ത് വികാരം കൊണ്ടും ഭഗവാനെ സ്മരിക്കേ വേണ്ടു. അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞ് കളിയാക്കണവരോട് ശരിക്കും നമുക്ക് പറയാനുള്ളത് അതാണ്. ഭഗവത് സ്മരണ കൊണ്ട് ഭഗവാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണമെന്ന് വെച്ചാൽ, ആ സ്മരണ മാത്രമേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളൂ. ബാക്കി ചിന്തകൾ ഇല്ലാതെ ആവുകയാണ് നമ്മുടെ മനസ്സിൽ. സ്നേഹം കൊണ്ടാണെങ്കിലും വിദ്വേഷം കൊണ്ടാണെങ്കിലും ഭയം കൊണ്ടാണെങ്കിലും പ്രേമം കൊണ്ടാണെങ്കിലും ഭഗവത് സ്മരണ വന്നാൽ ബാക്കി ചിന്തകൾ ഇല്ലാതെയാവും. അപ്പം പതുക്കെ ശരിക്കും വൈരാഗ്യം തന്നെ വരി. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോഴും പലപ്പോഴും ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, പലരും അങ്ങനെ വായിച്ചിട്ടും എഴുതിയിട്ടുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഭീരുക്കളാണ് ഭഗവാനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ഭീരുക്കൾക്കാണ് ഭക്തി എന്നൊക്കെ. അതിന് ശരിക്കും നമുക്ക് നല്ലൊരു മറുപടിയാണ് അത് പറഞ്ഞിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാമ ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഗുരുവായൂരപ്പ ശരണം.